ഏപ്രിൽ മാസത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഈ വിഷു എന്ന് പറയുന്നത്. അപ്പോൾ വിഷുവിൽ ഏറ്റവും കൂടുതലുള്ളത് വിഷുക്കണി, പടക്കം നമ്മൾ പൊട്ടിക്കുന്നത്, അങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ കണി കാണുന്നു, വിഷുക്കൈനീട്ടം. വാവ്, വിഷുക്കൈനീട്ടം കിട്ടുമ്പോൾ നമ്മളെല്ലാം റിച്ച് ആവും ഗൈസ്, അതാണ്. അപ്പം നമ്മളും സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു കണി കേട്ടോ. അപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് 13-ാം തീയതി. 14-ാം തീയതി നമ്മളിതൊരു 4 മണിക്ക് എണീറ്റ് കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ഉറക്കപ്പിച്ചാണ് ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരുമിച്ചുണ്ടാക്കിയൊരു തുളസീൻ്റെയും ചെത്തീൻ്റെയും മാല ഞാൻ കൃഷ്ണൻ അണിയിച്ചു. പിന്നെ നമ്മളുടെ ഒരു ടീപ്പോയി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു മഞ്ഞത്തുണി ഇങ്ങനെ ചെയ്തു. ഞാനും ചേച്ചിയും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മറിച്ചും തിരിച്ചും ഇടലായിരുന്നു പണി. പിന്നെ ഇതേ നമ്മുടെ കണി ഫസ്റ്റ് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെയൊക്കെയായിരുന്നു. വെള്ളരിയിൽ നമ്മൾ ഈ ഫേസൊക്കെ വരച്ചു. ഇന്നൊക്കെ എവിടെ വെക്കുമെന്നായിരുന്നു കണി ആദ്യം ഒരു ഒരു കൺഫ്യൂഷൻ കേട്ടോ. പിന്നെ അതങ്ങനെ ആയി. പക്ഷേ ഡോണ്ട് വറി, ഞങ്ങൾ കണ്ണാടി വെക്കുമ്പോഴായിരുന്നു ഇവിടെ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമെന്ന്. കാരണം വെക്കാൻ ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നു. കാരണം ചക്ക കിട്ടില്ലായിരുന്നു, ചക്ക. അപ്പം ഞങ്ങൾ വേറെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. കാരണം ഒരു തേങ്ങയല്ല, ഒരു ടിന്നൊക്കെ പുറകിൽ വന്ന് എടുത്ത് വെക്കുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ഭഗവത്ഗീതം അങ്ങനെ എന്തോ രാമായണം ഇതൊക്കെ കൊണ്ട് വെച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇനിയൊരു വൈറ്റ് മുണ്ടെടുത്ത് അതിൻ്റെ മേളിൽ നമ്മൾ എന്ത് വെക്കണം, സ്വർണ്ണവും ഇതൊക്കെ വെക്കണ്ടതല്ലേ. അപ്പം ഞാനത് മറന്നു പോയില്ല. എന്നാലും നമ്മൾ സ്വർണ്ണം വെള്ളിയൊക്കെ എടുക്കണമെങ്കിൽ എന്തായാലും അമ്മ അലമാരയിൽ എടുത്ത് തരുമെന്നാണ്. പക്ഷെ അമ്മ സ്വർണ്ണമായിട്ട് ഒരു മാലെടുത്ത് തന്നു. പിന്നെ എൻ്റെ മാല ഞാൻ ഊരി വെച്ചു. വെരി പ്രൗഡ്. അങ്ങനെ നമ്മൾ കൊന്നപ്പൂവായിരുന്നു കേട്ടോ. കൊന്നപ്പൂ ഒരെണ്ണം വാടിയിരിക്കേണ്ടായിരുന്നു, പക്ഷെ ഒരു ഇത്തിരി നല്ല വിടർന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചില കൊന്നപ്പൂവൊക്കെ താഴത്തോട്ടൊക്കെ വീണ്, ചിലതൊക്കെ ഇത്തിരി ഉള്ളത് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൃഷ്ണ ചുറ്റൊക്കെ ഇടും. അത് ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയെങ്കിലും ഇത് ഇട്ട് കൈ നോക്കിയപ്പോഴാണ് ഒരു അലങ്കോല ഫീൽ തോന്നിയത് കേട്ടോ. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇനി വീണ്ടും എടുത്ത് പറക്കി കളയാൻ എന്നെ കൊണ്ട് വയ്യ. അങ്ങനെ ഞാൻ കുറേയും കൊന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു. ഒരു കമ്പ് മാത്രം ലാസ്റ്റ് വന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ദേവുചേച്ചീൻ്റെ കളികളായിരുന്നു. നമ്മൾ ദേവുചേച്ചീൻ്റെ കണിക്കൊന്ന ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം. അടിപൊളിയായിട്ട് ചേച്ചി സെറ്റ് ചെയ്ത്. നമ്മളുടെ 2 വിളക്കുണ്ടായിരുന്നു. അതിൽ ഒരു വിളക്ക് നമ്മൾ താഴത്തും ഒരു വിളക്ക് മേളിലും ആണ് കത്തിച്ച് വെച്ചത്. 2 കൃഷ്ണനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ കൃഷ്ണൻ മേളിലും ഒരു വലിയ കൃഷ്ണൻ, നമ്മളുടെ മെയിൻ കൃഷ്ണൻ താഴത്തും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ വിഷുവിൻ്റെ കണി ഒന്ന് ഉഷാറായത്. വെള്ളരിയിൽ എൻ്റെ മുഖം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല രണ്ടും പറയാൻ പറ്റില്ല. ഒരുമാതിരി ആവറേജാണ്. പിന്നെ നമ്മൾ സ്വർണ്ണം പാത്രക്കാണ് എൻ്റെ മല ഞാൻ ഊരിച്ചത്. ആ മൂമെൻ്റ് ആയിരുന്നു എനിക്ക് പ്രൗഡ് മൂമെൻറ്റ്. ഓ മൈ ഗോഡ്. പിന്നെ അമ്മ ഏതോ മല എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ കാശൊക്കെ വെക്കണം, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെക്കണം. അങ്ങനെ ഞാനതും വെച്ചു ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഈ കണിയൊക്കെ വന്ന് നോക്കിയപ്പോൾ 1 രൂപ കാണുന്നില്ല ഗൈസ്. അതവിടെ ഉരുണ്ട് പോയി താഴത്തോട്ട് വീണിട്ടുണ്ട്. അതെല്ലാം പിന്നെ സ്ഥലമില്ലയെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളക്ക് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ രക്ഷയുടെ അറേഞ്ച് ചെയ്തു. ആൻഡ് ദെൻ നമ്മളുടെ കിണ്ടി വെച്ചു. കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് അതിലും കൊന്നപ്പൂ ഇട്ടു, ചെത്തി ഇട്ടു, തുളസി ഇട്ടു. നൈസ് സ്മെല്ലായിരിക്കില്ലേ. പിന്നെ നമ്മൾ വിളക്ക് വെച്ചു, എണ്ണ ഒഴിച്ചു, തിരിയും വെച്ചു കേട്ടോ. തിരി ആദ്യം 2 വെച്ചു, പിന്നെ അമ്മ ഒരു 5 വെക്കാൻ. ഓക്കെ, അങ്ങനെ ഞാൻ വീണ്ടും 5 എടുത്ത് വെച്ചു. നമുക്ക് തുറക്കാൻ പറ്റിയില്ല ഡ്രോയർ, ബിക്കോസ് മുമ്പിൽ തന്നെ ടീപ്പോയാണല്ലോ, അപ്പോൾ തുറക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ കൈ അകത്തേക്കൂടി ഇട്ട് തുറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ തുറന്നത് എടുക്കാൻ വേണ്ടി നോക്കണം, പക്ഷെ അങ്ങ് വരുന്നില്ല, ബിക്കോസ് മുമ്പിൽ കൃഷ്ണനായിരുന്നു. പിന്നെ കിട്ടിയൊരു 3 പിന്നെ ഒരെണ്ണം കൂടി കിട്ടുന്നുണ്ടായിരുന്നു. അത് ഞാൻ മറ്റേ സൈഡിൽ പോയി വീണ്ടും ചെയ്തു. അപ്പോൾ എന്നാൽ നിങ്ങൾ കണി വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. സോ ഹാപ്പി വിഷു. ടാറ്റാ, ബൈ.